നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൻ്റെ നമ്പറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നേരത്തെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വീണ്ടും ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് ഇത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം എന്ന് മാത്രം. കാരണം എന്ന് പറഞ്ഞാൽ നിയമം ഒന്നേ ഉള്ളൂ എങ്കിലും, കെട്ടിട നിർമ്മാണ ചട്ടം ഒന്നേ ഉള്ളൂ എങ്കിലും പല പഞ്ചായത്തുകളിലും പല തരത്തിലാണ് ഉദ്യോഗസ്ഥർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ നമ്മൾ ചെയ്ത വീഡിയോ പോലെയല്ല പഞ്ചായത്തുകളിൽ നിന്ന് പെരുമാറുന്നത്, അങ്ങനെയുള്ള കംപ്ലൈൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബാധിക്കുന്ന തരത്തിൽ അത് ഒന്ന് സിമ്പിളായിട്ട് വിവരിച്ച് തരാം. വീടിൻ്റെ കാര്യം തന്നെ എടുക്കാം ആദ്യം. അപ്പോൾ കെട്ടിട നമ്പറിന് വേണ്ടി ഇപ്പോൾ KSMART വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ലൈസൻസ്ഡ് എഞ്ചിനീയർ കൊടുക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതായത് നേരത്തെ സങ്കേതം എന്നുള്ള സോഫ്റ്റ്വെയറിലാണ് കെട്ടിട പെർമിറ്റ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് KSMARTലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നിങ്ങളുടെ ലൈസൻസ്ഡ് എഞ്ചിനീയർ ചെയ്തു തരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെർമിറ്റിൻ്റെ നേരത്തെ എടുത്ത പെർമിറ്റിൻ്റെ കോപ്പി, പിന്നെ ഒറിജിനൽ ആധാരം, പിന്നെ കൈവശ സർട്ടിഫിക്കറ്റ്, പുതിയ നികുതി ചീട്ട്, പിന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ, പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് എന്നിവ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അക്കൗണ്ട്, അതായത് KSMARTലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സൈറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, വീടിൻ്റെ പണി ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു സുരക്ഷ ഉള്ള രീതിയിൽ വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു വർക്കിംഗ് കണ്ടീഷനുള്ള ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം. ചുറ്റുപാടും വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്ന വാതിലുകൾ നിർമ്മിച്ചിരിക്കണം. പിന്നെ ചുമരിന് എവിടെയോ ഓപ്പണിംഗ് ആയിട്ട് ഇടാൻ വിട്ട് കളയരുത്. ജനൽ ഫിറ്റാക്കുന്നിടയ്ക്കാണെങ്കിൽ ജനൽ ഫിറ്റാക്കണം, ഗ്രില്ല് ഫിറ്റാക്കുന്നിടയ്ക്കാണെങ്കിൽ ഗ്രില്ല് ഫിറ്റാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിന് കൈവരി നിർമ്മിക്കണം. പിന്നെ രണ്ടാം നിലയുള്ള, അതായത് സ്റ്റെയർ കേസ് ഉള്ള വീടുകളാണെങ്കിൽ മുകളിൽ പാരപ്പറ്റ് നിർബന്ധമായിട്ടും കെട്ടിയിരിക്കണം. പിന്നെ കൃത്യമായിട്ട് പെർമിറ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നിർമ്മിച്ചതായിരിക്കണം നിങ്ങളെ വീട്. പിന്നെ മഴവെള്ളക്കുഴി, അതിൻ്റെ പൈപ്പ് വർക്ക് എല്ലാം ചെയ്തിരിക്കണം. പിന്നെ സെപ്റ്റി ടാങ്ക് ഉണ്ടായിരിക്കണം. പിന്നെ വേസ്റ്റ് വാട്ടർ പിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. നിങ്ങൾ വയറിങ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വയറിങ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫ്ലോറിങ് ടൈല് പിന്നെ സെറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്ററിങ് പൂർത്തിയാകണമെന്നൊന്നുമില്ല ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് വീട് അടച്ചുറപ്പുള്ളതായിരിക്കണം എന്ന് മാത്രമേ നിയമത്തിൽ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ സെസ്, ഒറ്റത്തവണ നികുതി എന്നിവ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. അത് ലേബർ സെസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് ലേബർ സെസ്സും ഈ ഒറ്റത്തവണ നികുതിയും അടയ്ക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റത്തവണ നികുതി എന്ന് പറഞ്ഞാൽ പിന്നെ വില്ലേജിലാണ് അടയ്ക്കേണ്ടത്. അത് എങ്ങനെയുള്ള വീടുകൾക്കാണ് അടയ്ക്കേണ്ടത്? വാസയോഗ്യമായ വീടുകൾക്ക് മാത്രമേ ഒറ്റത്തവണ നികുതി അടയ്ക്കേണ്ടതുള്ളൂ. അതായത് അതിന് കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ നിങ്ങൾ ഒറ്റത്തവണ നികുതി അടച്ചിട്ട് നിങ്ങൾക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പൈസ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ്, അതായത് പഞ്ചായത്തിൽ നിന്ന് വാസയോഗ്യമാണ് എന്നുള്ള ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒറ്റത്തവണ നികുതി അടക്കാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലേബർ സെസ്. ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ലേബർ സെസ്സും അടക്കേണ്ടതുള്ളൂ. പക്ഷേ എന്താ പറയുക, ചില ആളുകൾ ലേബർ സെസ് ഈ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും ലേബർ സെസ് അടക്കാതെ ഉഴപ്പുന്നത് കൊണ്ടാണ് ഇപ്പോൾ അധിക പഞ്ചായത്തും എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ കംപ്ലീഷൻ
പ്ലാന് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുമ്പം തന്നെ നിങ്ങൾ ഈ ലേബർ സെസ്സിൻ്റെ, അതായത് നിർമ്മാണ ചെലവിൻ്റെ 1% ലേബർ സെസ് വരിക. അപ്പോൾ ആ ലേബർ സെസ് മുഴുവനായിട്ടും അടച്ചതിൻ്റെ രസീതി കൂടി അറ്റാച്ച് ചെയ്യാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പിന്നെ സത്യസന്ധരും എല്ലാവരും കള്ളന്മാരും എന്നല്ല പറയുന്നത്. അതിൻ്റെ അത് 100-ൽ ഒരാൾ ചെയ്ത തെറ്റിനാണ് ഈ 99 ആൾക്കാരും ആ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ അധിക പഞ്ചായത്ത്, അതായത് 99% പഞ്ചായത്ത് ഇപ്പോൾ ലേബർ സെസ് നേരത്തെ തന്നെ മുഴുവനായിട്ട് അടക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ലേബർ സെസ് നിങ്ങൾ അടക്കേണ്ടതാണ്. പക്ഷേ ഇതിന് എന്താണ് ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് ആ വീട്ടിന് നമ്പർ കിട്ടില്ല, അതായത് നിങ്ങൾ പിന്നെ പെർമിറ്റ് പ്രകാരമല്ല കെട്ടിടം നിർമ്മിച്ചത് എന്നുണ്ടെങ്കിൽ ആ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ലേബർ സെസ് അടച്ചത് പോയത് തന്നെ തിരിച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് ഒക്കുപ്പൻസി കിട്ടിയിട്ട് മാത്രം സെസ് അടക്കുക എന്നുള്ള കാര്യം പിന്നെ മുൻപൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാർ അത് ഒക്കുപ്പൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി, നമ്മൾക്ക് വീടിന് താമസിക്കാനുള്ള അധികാരം, അതായത് സേഫാണെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, പിന്നെ നിങ്ങൾ ടാക്സ് അടച്ചോ അടച്ചില്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അത് പിന്നെ നമ്പർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സെസ്. അപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാസയോഗ്യമായ വീടുകൾക്ക് ആണ് ഒറ്റത്തവണ നികുതി അടക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഒറ്റത്തവണ നികുതി അടക്കേണ്ടൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു നമ്പർ കിട്ടുന്ന സമയത്ത് അടച്ചേ മതിയാവും എന്നുള്ളതാണ് സത്യം. പക്ഷേ അഥവാ ഇൻ കേസിൽ നിങ്ങൾക്ക് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഇത് രണ്ടും അടച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പൈസ റിട്ടേൺ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഒക്കുപ്പൻസി കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾ ഈ ഇതുപോലുള്ള ടാക്സുകൾ അടക്കാവൂ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. പക്ഷെ അത് ചില പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സമ്മതിക്കാത്ത പഞ്ചായത്തുകളാകുമ്പം പിന്നെ നമ്മൾ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, നമ്മുടെ അല്ല ആവശ്യം, നമ്മൾ തർക്കിക്കാനൊന്നും പോകാൻ നിൽക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തായാലും വില്ലേജിലായാലും നാളെ നമുക്ക് കയറി ചെല്ലേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഈ ലേബർ സെസ് നമ്മൾ നേരത്തെ അടക്കണോ, അല്ല ലേബർ സെസ് പിന്നെ അടച്ച് അതിൻ്റെ രസീതി ഉണ്ടായാലും മാത്രമേ നിങ്ങളെ ഫയൽ നമ്മൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ റിട്ടേൺ ഓൺലൈനിൽ തന്നെ റിട്ടേൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പരമാവധി നിങ്ങളിൽ നിന്ന് ടാക്സ്, അതായത് സെസ് പിരിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ലേബർ സെസ് നിങ്ങൾ അപേക്ഷിക്കുന്ന ഈ കംപ്ലീഷൻ പ്ലാന് സബ്മിറ്റ് ചെയ്യുന്ന, അതായത് വീട്ടു നമ്പറിന് വേണ്ടിയിട്ടല്ല, ഈ ഒക്കുപ്പൻസിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് അടച്ചിട്ട് അതിൻ്റെ രസീതി അടക്കം പിന്നെ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക. പിന്നെ ഒറ്റത്തവണ നികുതി വില്ലേജിൽ നിന്ന് അടക്കേണ്ടുന്ന ഒറ്റത്തവണ നികുതി നിങ്ങൾ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ഒറ്റത്തവണ നികുതി നിങ്ങൾ അടച്ച് ക്ലിയർ ആക്കുക. അതിന് ശേഷം പിന്നെ നിങ്ങൾ ടാക്സ് അസസ്മെൻറ്റ് പൂരിപ്പിച്ച്, അത് നിങ്ങൾ എൻജിനീയർ തന്നെ ചെയ്തു തരും. ടാക്സ് അസസ്മെൻറ്റ് പൂരിപ്പിച്ച് ഈ രണ്ട് രസീതിയും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കും. ഈ ഒക്കുപ്പൻസി കിട്ടിയെന്ന് വെച്ചിട്ട് കെട്ടിട നമ്പർ ലഭിക്കില്ല. കെട്ടിട നമ്പർ ലഭിക്കണമെങ്കിൽ ഈ രണ്ട് ടാക്സും നിങ്ങൾ പൂർണ്ണമായിട്ടും അടച്ച് അതിൻ്റെ രസീതി അതിൻ്റെ അകത്ത് കൂടെ വെക്കണം. ഞാനെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒക്കുപ്പൻസി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് രണ്ടും അടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, ഒക്കുപ്പൻസി കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ രണ്ട് ടാക്സും നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കുകയുള്ളൂ. അതായത് 99% കെട്ടിടങ്ങളും ശരിയായ രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാകും. പക്ഷെ 1% ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിട ഒക്കുപ്പൻസി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒക്കുപ്പൻസി കിട്ടാത്ത കെട്ടിടത്തിന് നിങ്ങളിത് നേരത്തെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒക്കുപ്പൻസി കിട്ടിയതിന് ശേഷം മാത്രം
ഈ ടാക്സുകൾ അടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നത്. പല പഞ്ചായത്തിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ നേരത്തെ തന്നെ ഇത് നിങ്ങളെ കൊണ്ട് അടപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ലേ ഇതിനകത്തുള്ള പ്രശ്നം അനുഭവിക്കുന്നുള്ളൂ. അതായത് ഇതിപ്പോൾ ഇൻഡിവിജ്വലായിട്ടല്ലേ ഓരോ ആളും ഈ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു പഞ്ചായത്തിൽ 1000 അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ 1000 പേരും ടാക്സ് അടക്കാണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം സർക്കാരിന് വരും. അതേസമയം ഈ 1000 പേരിൽ ഓരോ ആളും ഒറ്റക്കൊറ്റക്കാണ് ടാക്സ് അടക്കുന്നത്. അപ്പോൾ ഒരാൾ ഇപ്പോൾ 1000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 1000 രൂപ നഷ്ടം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പുതിയൊരു അറിവും വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.